ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിവന്യ കർദിനാൾ ക്ലിമ്മീസ് ബാബ തിരുമേനി, ഇന്നിവിടെ സന്നിധരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഈ ഇടവയുടെ മുതിർന്ന പൗരന്മാരെ, സഹോദര സഹോദരികളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഗായകസംഘാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അഭിവന്യ ഡോക്ടർ ഐസക് മാഫീലിസിനോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ നാളുകളിലായി ശതാബ്ദി കൊണ്ടാടിയതായിട്ടുള്ള ഓൾ സെയിൻസ് മാർത്തമ്മ ഇടവയുടെ ആഘോഷങ്ങളുടെ സമാപ്തിയാണ് ഇന്നത്തെ ഈ മീറ്റിങ്ങിലൂടെ നാം കൊണ്ടാടുന്നത്. ഇവിടെ റിപ്പോർട്ട് പറഞ്ഞതായിട്ടുള്ള അവസരത്തിൽ വളരെ സംക്ഷിപ്തമായുള്ള റിപ്പോർട്ട് നൽകുവാനിടയായി തീർന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ അതിലെടുത്തു പറഞ്ഞതായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളിൽ പ്രഥമമായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്, ഈ കഴിഞ്ഞ സംവത്സരങ്ങൾ ദൈവത്തിൻ്റെ പരിപാലനയുടെ സംവത്സരങ്ങളായിരുന്നു എന്നതാണ്. ദൈവമാണ് നമ്മെ നടത്തിയത് എന്ന് ഓർക്കുന്നതായിട്ടുള്ള അവസ്ഥ. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഞാൻ നിന്നെ പരിപാലിക്കും എന്ന് പറയുന്നതായുള്ള ദൈവത്തെ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നതിനായിട്ടും ആശ്രയിക്കുന്നതിനായിട്ടും നമുക്കിടയായിട്ട് തീരുമ്പോഴാണ് ഇവിടെ കമ്പങ്കോട്ട് ഇടവകയിലെ വിശ്വാസ സമൂഹത്തിന് ദൈവമക്കൾ എന്നുള്ളതായിട്ടുള്ള പദം ലഭിക്കുന്നത്. അപ്രകാരം ക്രമമായി ഈ ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതായുള്ള നിങ്ങൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ ദൈവം ഈ ലോകത്തിൽ ജീവിക്കുന്നതിനായി അനുവദിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ദൈവമക്കളാണ്. എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ഒരു വലിയ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരായി, വക്താക്കളായി ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഇടയായി തീരുന്നത് എന്നത് മനസ്സിലാക്കേണ്ടതായുള്ള ഒരു വേള കൂടിയാണിത്. ഇവിടെ ഈ ഇടവയുടെ ചരിത്രം പറഞ്ഞതായിട്ടുള്ള അവസരത്തിൽ അനേക കുടുംബങ്ങളെക്കുറിച്ചുള്ള പേരുകളൊക്കെ ഇവിടെ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. പണ്ടകശാലയിലെ പല ആളുകളുടെയും പേരുകൾ അതിനകത്ത് ആവർത്തിച്ച് പറഞ്ഞതായിട്ടുള്ള ഒന്നാണ്. ഈ ഇടവയ്ക്ക് വേണ്ടി, ഇടവയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അതത് അവസരത്തിൽ സംഭാവന ചെയ്തതായിട്ടുള്ള, അധ്വാനിച്ചതായിട്ടുള്ള അനേകം ആളുകൾ ഈ ഇടവയിലുണ്ട് എന്നുള്ളത് കൊണ്ടത്രേ നമുക്ക് ഇന്ന് സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ വലിയ പള്ളിയിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുവാൻ്റെ കോണമിടയായിട്ട് തീരുന്നത്. വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം തൻ്റെ കരങ്ങളിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി നൽകി എന്നതൊക്കെ നാം ധ്യാനിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവജനമായിട്ടുള്ള നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇപ്രകാരം നുറുക്കപ്പെടേണ്ടതായുള്ള ദൈവത്തിൻ്റെ അപ്പമാണ് എന്നത് മറന്നു പോകരുത്. മുറിക്കപ്പെടാത്തതൊന്നും കർത്താവിൻ്റെ ശരീരമായിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഒരാളെ പറഞ്ഞത് ഞാൻ ഈ അവസരം ഓർത്തു പോകുന്നു. മുറിക്കപ്പെടാത്തതൊന്നും കർത്താവിൻ്റെ ശരീരമായിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ വേദനയെ ഏറ്റുവാങ്ങുന്നതിനായിട്ടാണ്. ഭാരപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്യുന്നതായുള്ള എല്ലാവരെയും കർത്താവിൻ്റെ അടുത്തേക്ക് നയിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ സ്ഥാനാപതികളായി ഓരോരോ സ്ഥാനങ്ങളാക്കിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ വെളിച്ചമായി, ഭൂമിയുടെ ഉപ്പായിട്ട് തീരുവാൻ തക്കവണ്ണം സാക്ഷ്യ ജീവിതമാണ് ഈ ലോകത്തിൽ നമുക്ക് നൽകുവാനായിട്ടുള്ളത്. അപ്രകാരം എങ്ങനെയാണ് ഒരു വലിയ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഈ ഒരു ആരാധന സമൂഹത്തിന് ഒരു സാക്ഷ്യം നിർവഹിപ്പാനായിട്ടിടയായി തീരുന്നത് എന്നതോർത്ത് മനസ്സിലാക്കി ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതൊരവസരമാണ് ഈ ശതാബ്ദി ആഘോഷത്തിൻ്റേതായിട്ടുള്ള ഈ വേള. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ തലകളെ ഉയർത്തുമ്പോൾ, ദൈവത്തെ ക്രമമായിട്ട് ആരാധിക്കുമ്പോൾ, ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ, ദൈവമായുള്ള സംസർഗം അനുഭവിക്കുമ്പോൾ എന്താണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അടിയനെ അയക്കണമേ എന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പറയേണ്ടി വരുന്നതായിട്ടുള്ള സാഹചര്യമായിട്ട് ഇതിനെല്ലാം കാണേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇതൊരു സമർപ്പണത്തിൻ്റേതായിട്ടുള്ള ആവശ്യമാണ്.
രൂപാന്തരത്തിൻ്റേതായിട്ടുള്ള ആവശ്യമാണ്. ആ സമർപ്പണവും രൂപാന്തരവും തമ്മിലെല്ലാം കാണപ്പെടുവാൻ്റെ കൊണ്ടിടയാകണം. ഈ കാലഘട്ടത്തിൽ നമ്മളുടെ വിശ്വാസ സമൂഹത്തിൽ നമ്മളുടെ യുവജനങ്ങളേറിയ പങ്കും യൂത്ത് മൈഗ്രേഷനിലൂടെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ പോയിരിക്കുന്നതായുള്ള സാഹചര്യമാണ്. അങ്ങനെ നമ്മളുടെ ഇടയിൽ നിന്ന് യുവജനങ്ങൾ വിദേശങ്ങളിലൊക്കെ പോയിരിക്കുന്ന സന്ദർഭത്തിൽ പിന്നെ ആരാധിക്കാനായിട്ട് ക്രമമായി ചേർന്ന് വരുന്നതായിട്ടുള്ള ആരാധനാ സമൂഹത്തിൽ ഇപ്പോൾ പ്രത്യേകമായിട്ട് 2 കൂട്ടരാണുള്ളത്. ഒന്ന്, വയോജനങ്ങളായിട്ടുള്ള ആളുകൾ. എല്ലാ വയോജനങ്ങളോടും ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ട് അവർ മറുപടി പറയും, ഞങ്ങൾക്ക് പള്ളിയിൽ വന്ന് ആരാധിച്ചാൽ കൊള്ളാം എന്നാഗ്രഹമുണ്ട്. കോവിഡിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മളുടെ വിശുദ്ധ കുർബാന ശുശ്രൂഷയൊക്കെ നമുക്ക് ഏത് സ്ഥാനത്തിരുന്നും കാണുവാനായിട്ട് സാധിക്കുന്നതായുള്ള രീതിയിൽ പ്രക്ഷേപണം ചെയ്യുന്നതിനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ പള്ളിയിലൊക്കെ പോകാനായിട്ട് ഒട്ടും അടുത്തെങ്കും പള്ളിയില്ലാത്ത ദൂരസ്ഥലങ്ങളിലൊക്കെ പാർക്കുന്ന ഒറ്റപ്പെട്ട് പാർക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്നത് ആ കാലഘട്ടത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ടിടയായി തീർന്നതാണ്. എന്നാൽ നമ്മളുടെയൊക്കെ ഇടവുകളിലുള്ള വിശ്വാസ സമൂഹത്തിൽ പ്രായമുള്ളതായിട്ടുള്ള ആളുകൾക്ക് പള്ളിയിൽ തന്നെ വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഞാനിതുവരെ പള്ളിയിൽ പോകുന്ന മുടക്കിയിട്ടില്ല, എനിക്ക് പള്ളിയിൽ പോകണം, പള്ളിയിൽ ആരാധന കാണണം, കുർബാന കൊള്ളണം, ഇതൊക്കെ പറയുന്നതായുള്ള സാഹചര്യങ്ങൾ നമുക്ക് അടിക്കടി കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ആരാധന മധ്യേ കുർബാന കൊള്ളുവാനായിട്ട് വന്നതിൽ ഒരാൾ വീൽ ചെയർ വരുന്നത് കാണുകയുണ്ടായി. ഇനിയും ഈ കമ്പങ്കോട്ട് ഓൾ സെയിൻസ് ഇടവകയിൽ വീൽ ചെയർ വരുന്നതായുള്ള ആളുകളുടെ എണ്ണം കൂടിയാൽ എനിക്ക് അതിശയം ഉണ്ടാവുകയില്ല. എന്നാൽ അങ്ങനെ വീൽ ചെയറിൽ വരുന്ന ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുവാനായിട്ട്, അവരെ സ്വീകരിക്കുന്നതിനായിട്ടും അവർക്ക് ഇടം കൊടുക്കുന്നതിനായിട്ടും നമ്മളുടെ മനസ്സിലും ഹൃദയത്തിലും ഒരു ഇടമുണ്ടാകുന്നുണ്ടോ എന്നതാണ് പ്രാധാന്യമറിയിക്കുന്നതായിട്ടുള്ള ചോദ്യം. ചില യുവജനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കാണുകയുണ്ട്. കുർബാനയ്ക്കൊക്കെ വന്നതായിട്ട് അവസരത്തിൽ വിവാഹിതരായാലും അല്ലാത്തതായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതായുള്ളൊരു ധർമ്മമാണ്, പ്രായമുള്ള ആളുകൾ വരുമ്പോൾ അവരെ സഹായിച്ച് അവരിരിക്കാനായിട്ടൊരു സ്ഥലമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവിടെ കൊണ്ടുപോയി ഇരുത്തുക എന്നത്. ആരാധനയ്ക്കും കുർബാനയ്ക്കൊക്കെ വന്നതായിട്ടുള്ള അവസരത്തിൽ പുരുഷന്മാരെയും സ്ത്രീകളെയൊക്കെ നിയന്ത്രിക്കുന്നതായിട്ട് ചില ആളുകളെ ഞാൻ കാണുകയുണ്ടായി. ഞാൻ അവരെ കണ്ടില്ല എന്നതല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, ചെയ്യാനായിട്ട് ആളുകളുണ്ടാവണം. എന്നാൽ നമ്മളുടെ ദേവാലയത്തിൽ ആരാധനയ്ക്കായിട്ട് വരുന്ന ആളുകൾ വയോജനങ്ങളാണെങ്കിൽ ഊന്നുവടിയിൽ വരുന്നതായുള്ള ആളുകൾ കാണും, തന്നെ നടക്കാൻ പ്രയാസമുള്ള ആളുകൾ കാണും, വീൽ ചെയർ വരുന്നതായുള്ള ആളുകൾ കാണും. അങ്ങനെ വരുന്നതായിട്ടുള്ള ആളുകളെ സ്വീകരിച്ച് അവർക്ക് ഇരിക്കാനായിട്ടൊരിടമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരെ ഇരുത്തുക എന്ന് പറയുന്നത് പ്രാധാന്യം അറിയിക്കുന്നതായുള്ള ഒന്നാണ്. അതിനായിട്ട് ആളുകൾ ഇവിടെ ഉണ്ടാവണം. ഈ ഇടവയിൽ ഇനിയും ഉണ്ടാവേണ്ടത് ഏറെ ആവശ്യമായിട്ടൊന്നാണ്. ഒരു ദൂരദേശത്ത് യാത്ര ചെയ്യുന്നതായിട്ടുള്ള ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ ട്രെയിനിൽ വന്ന് കയറി. അപ്പോൾ അവിടെ സീറ്റിൽ ഇരുന്നതായിട്ടുള്ള ഒരാൾ എഴുന്നേറ്റ് കൊടുത്ത് വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ അവിടെ ഇരിക്കുന്നതിനായിട്ട് അനുവദിച്ചു. ടിക്കറ്റ് എക്സാമിനർ വന്നതായിട്ടുള്ള അവസരത്തിൽ ടിക്കറ്റിൽ കൊടുത്തതായിട്ടുള്ള സീറ്റ് നമ്പറും അയാൾ ഇരിക്കുന്നതായിട്ടുള്ള സീറ്റ് നമ്പർ ഒന്നല്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഉടനെ ഈ അടുത്ത് അവിടെ എഴുന്നേറ്റതായിട്ടുള്ള യുവതി ചെന്നിട്ട് പറഞ്ഞു, അത് എൻ്റെ സീറ്റാണ്, ഞാൻ ഇരിക്കുന്നതിനായിട്ട് കൊടുത്തതാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് അങ്ങ് പോവുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ സ്ത്രീക്ക് ഇറങ്ങേണ്ടതായിട്ടുള്ള സ്റ്റേഷൻ വന്നപ്പോൾ ഈ സ്ത്രീ ഇറങ്ങുന്നതിനായിട്ട് ഒരുമ്പെട്ടപ്പോഴാണ് ഈ വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ മനസ്സിലാക്കിയത് അവൾ ഒരു കാലില്ലാത്തതായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. വെച്ച കാലുമായിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. ആ സമയം മുഴുവൻ ട്രെയിനിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യുവാനൊക്കെ ഇടയായി തീർന്നത് ഒറ്റക്കാലിൽ ജീവിച്ചതായിട്ടുള്ളൊരു വ്യക്തിയാണ്. നമുക്കുണ്ടാകുന്നതായുള്ള പ്രയാസങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് മനസ്സ് ഇല്ല. നമ്മളിരിക്കുന്നിടത്ത് തന്നെ ഇരിക്കും. സ്ഥിരമായിട്ടിരിക്കുന്ന ചില സീറ്റും കാണും, അതൊന്നും മാറിക്കൊടുക്കത്തില്ല. എന്നാൽ നമ്മളെക്കാട്ടിൽ കൂടുതൽ ആവശ്യമുള്ളതായിട്ടുള്ള ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി സ്ഥലം കൊടുക്കുവാനായിട്ട് ഒരുങ്ങുന്നതാണ് ഏറെ ആവശ്യമായിട്ടുള്ള കരണീയമായിട്ടുള്ളത്. അത് ചെയ്യണം എന്നതാണ് എനിക്ക് ഈ ഇടവക ദിനത്തിൽ നിങ്ങളോട് പറയുന്നതിനായിട്ടുള്ളത്. രണ്ടാമതായിട്ട് നിങ്ങളെല്ലാവരും കാണുകയുണ്ടായി, കുഞ്ഞുങ്ങളെ ഞാൻ വിളിച്ചതായുള്ള അവസരത്തിൽ ഒരു നിരയിലല്ല, ഏകദേശം 2 നിരയിൽ ഉൾപ്പെടുന്നതായുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ പള്ളിയിൽ ഇന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ പിള്ളേരെ കൊണ്ടുവന്നിട്ടുമില്ല.
അപ്പോൾ നമ്മളുടെ ഈ ദേവാലയത്തിൽ ക്രമമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായുള്ള കുഞ്ഞുങ്ങൾ വർത്തമാനകാലത്തിൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ദാനമാണ്. അവരെ അംഗീകരിക്കേണ്ടതും അവർക്ക് സ്ഥാനം നൽകേണ്ടതും നമ്മളുടെ ചുമതലയാണ്. അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ ദൈവം നൽകി ദൈവദത്തമായിട്ടുള്ള ഒരു ചുമതലയും ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്കറിയാം, മാമോദിസയുടെ അവസരത്തിൽ കുഞ്ഞിനെ മാമോദിസ തൊട്ടിയിൽ നിന്ന് മാമോദിസ മുഴുകപ്പെടുന്നു എന്ന് പറഞ്ഞ് എടുക്കുന്ന അവസരത്തിൽ സെലിബ്രൻ്റ് കുഞ്ഞിനെ നൽകുന്നത് അപ്പൻ്റെ കയ്യിലേക്കോ അമ്മയുടെ കയ്യിലേക്കോ അല്ല. ആ കുഞ്ഞിൻ്റെ തലതൊട്ടതായിട്ടുള്ള അപ്പനോ അമ്മയോ ഉണ്ടെങ്കിൽ അവരുടെ കരങ്ങളിലേക്കാണ് നൽകുന്നത്. അതിൻ്റെ അർത്ഥം വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതിനിധിയുടെ കയ്യിലേക്ക് നൽകുന്നു, വിശ്വാസ സമൂഹത്തിലേക്ക് നൽകുന്നു എന്നതിൻ്റെ അർത്ഥം. ഈ സഭയിൽ ജനിച്ചു വളർന്നതായുള്ള പൈതങ്ങളാണ് നമ്മുടെ മധ്യയുള്ളതായുള്ള പൈതങ്ങൾ. അവർക്ക് ഈ ദേവാലയത്തിൽ സ്ഥാനമുണ്ട്, അംഗീകാരമുണ്ട്. അവർക്ക് ഈ ആരാധനയുടെ പദ്യത്തിൽ അവരെ അംഗീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാനൊക്കെ ഉള്ളതായിട്ട് രീതി നമുക്കുണ്ടാവേണ്ടത് ആവശ്യമാണ്. കർത്താവ് വെറുതെ പറഞ്ഞല്ലോ, ശിഷ്യക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവാൻ വരെ തടയരുത് എന്ന് ശിഷ്യന്മാരോട് വെറുതെ പറഞ്ഞല്ലോ. ആരാകുന്നു വലിയവനെന്ന് ചോദിച്ചതായിട്ട് അവരിൽ ശിശുവിനെയാണ് പിടിച്ച നടുവിൽ നിർത്തിക്കൊണ്ട് പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആകണം. വളരെ ലളിതമായി ദൈവത്തിൽ ആശ്രയമുള്ള പൈതങ്ങളായി ദൈവകൃപയോടുകൂടി ജീവിക്കുന്നതായുള്ള പൈതങ്ങൾ, അവരെ നമ്മളുടെയൊക്കെ കരുതൽ കൊണ്ട് വാത്സല്യം കൊണ്ടാണ് ജീവിപ്പാൻ്റെ കൊണ്ടിടയാവുന്നത്. ആ കരുതലും വാത്സല്യവും എപ്പോഴും അവരോടുകൂടി ഉണ്ട് എന്നത് മനസ്സിലാക്കി കൊടുക്കുവാൻ ഇടയാകണം. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, നിങ്ങളുടെ കുഞ്ഞ് എവിടെ ഇരുന്നാലും, ഇപ്പോൾ മുമ്പിലിരിക്കുന്നതായുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞാണെങ്കിൽ നിങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും ആ കുഞ്ഞിൻ്റെ അടുത്താണ്. ഇവിടെ എന്താ പറഞ്ഞാലും ആര് നിന്നാലും ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താലും നിങ്ങളുടെ ഒരു കണ്ണ് ആ കുഞ്ഞിൻ്റെ അടുത്താണ്. അപ്പോൾ കുഞ്ഞിനെ കരുതുവാനായിട്ടും കുഞ്ഞിനെ ശ്രദ്ധിക്കുവാനായിട്ടും ദൈവദത്തമായുള്ളൊരു വാസന ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ വിശ്വാസ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ് എന്നതാണ് എനിക്ക് ഓർപ്പിക്കുന്നതിനായിട്ട് ഉള്ളത്. അങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂടി വരുന്നതായുള്ള അവസരത്തിൽ ദൈവത്തിൻ്റെ ജനമാണ് ദൈവത്തെ ആരാധിക്കുന്നത്. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് പറഞ്ഞതായില്ല കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം ചേർന്ന് വരുന്നത്. കർത്താവ് നമ്മോട് പറയുകയുണ്ടായി, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ഈ ലോകത്തിൽ നമ്മൾ വലിയ വലിയ സ്ഥാനവും മാനവും ഒക്കെ അലങ്കരിക്കുന്ന ആളുകളായിരിക്കാം. നമുക്കേറെ പണമുണ്ടായിരിക്കാം, ഏറെ സ്ഥാനമാനമുണ്ടായിരിക്കാം, ഏറെ സ്ഥലമുണ്ടായിരിക്കാം. അങ്ങനെ ഓരോ രീതിയിൽ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടതായുള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം. എന്നാൽ കർത്താവ് നമ്മോട് പറയുകയാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. കർത്താവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോഴാണ് ഫലം കായ്ക്കുവാനായിട്ടിടയാവുന്നത്. നിങ്ങൾ അധികം ഫലം കായ്ക്കുന്നതിനാൽ സ്വർഗസ്ഥനായുള്ള എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു എന്നാണ് കർത്താവ് നമ്മോട് പറഞ്ഞ് നമ്മെ പഠിപ്പിച്ചു. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നതിലൂടെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് അറിയും എന്നാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ളതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണമെന്ന കൽപ്പനയുമാണ് കർത്താവ് നമുക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കർത്താവിൻ്റെ വാക്കുകൾ നാം ഗ്രഹിക്കും തോറും മനസ്സിലാക്കും തോറും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തീർക്കുവാനായിട്ടുള്ള ഒരു കടമയാണ് നമുക്ക് ഉള്ളത്. നമ്മളിവിടെ ചേർന്ന് വന്നിരിക്കുന്നതായുള്ള അവസരത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ രീതിയിൽ നമ്മെ സഹായിക്കുകയും നമ്മെ വളർത്തുകയും ഈ ഇടവകയെ മുന്നോട്ട് പോകുവാൻ്റെ കൊണ്ട് സഹായിക്കുകയും ചെയ്തിട്ടുള്ള അനേക ആളുകളെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇടയാവുന്നുണ്ട്. എങ്കിൽ ഈ കാലഘട്ടത്തിൽ നാം നിറവേറ്റേണ്ടതായുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കടമകൾ, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ നാം ബാധ്യസ്ഥരാണ്. അത് നിറവേറ്റുന്നതിനാവശ്യമായ കൃപ ദൈവം നമുക്ക് നൽകിത്തരണമേ എന്നതാണ് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുന്നതിനായിട്ടുള്ളത്. ഞാൻ വളരെ അടുത്ത സമയത്ത് ഗാസായിലെ കുഞ്ഞുങ്ങൾ മരിച്ചതിനെക്കുറിച്ചൊക്കെ ഓർക്കുകയും അവരുടെ പേരുകളൊക്കെ പറഞ്ഞതായുള്ളൊരു മീറ്റിങ്ങിൽ സംബന്ധിക്കുകയും ചെയ്തു. കുഞ്ഞുങ്ങൾ നമ്മളുടെ മധ്യത്തിൽ കൊല്ലപ്പെടുന്നു എന്നത് എത്രയോ ദുഃഖകരമായുള്ള ഒന്നാണ്. കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതായിട്ടുള്ള മാതാപിതാക്കൾ വരെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ നാക്ക് ഞാൻ വിലക്കപ്പെടുകയാണ്. അത് വലിയ പ്രയാസമാണ് എനിക്ക് തന്നെ പറയുന്നതിനായിട്ട്. എങ്ങനെയാണ് സാധിക്കുന്നത്? ഇന്ന് രാവിലെ ഞാൻ വിജയവാഡയുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒരു കുഞ്ഞിനെ അപേക്ഷിച്ചതല്ല അപ്പനെക്കുറിച്ച് പറയുകയുണ്ടായി. എങ്ങനെയാണ് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ദൈവം ദാനമായിട്ട് നൽകുമ്പോൾ നമ്മളുടെ സ്നേഹത്തിൽ ഉദിക്കുന്നതായുള്ള കുഞ്ഞുങ്ങൾ അവരെ ദൈവഭക്തിയിലെ സഭാസ്നേഹത്തിലൊക്കെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ടുള്ള ഉത്തരവാദിത്വം വിശ്വാസ സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ നമുക്ക് കാലാകാലങ്ങളിൽ സാധ്യമായിട്ട് തീരണം എന്നതാണ് എനിക്ക് ഓർപ്പിക്കുന്നതിനായിട്ടുള്ളത്. നീതിപൂർവമായുള്ള ഇടപെടൽ, അവരെ അംഗീകരിക്കുവാനായിട്ടുള്ള ബാധ്യത,
അവരിൽ നിന്ന് പഠിക്കുവാനായിട്ടുള്ള ദൈവം നൽകുന്നതായുള്ള അവസരങ്ങൾ, ഇതെല്ലാം തന്നെ നാം വിനിയോഗിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിട്ട് തീരണം. ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായുള്ള വസ്തുവകകൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്നതായുള്ള ദാനങ്ങൾ, അതേ ഉള്ളല്ലോ. ദൈവം തന്നിട്ടുള്ളതല്ല നമുക്കൊന്നും തന്നെയില്ല. ദൈവം തന്നിട്ടുള്ളതിനെ മുറിച്ച് ഇത് നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞ് കൊടുക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീരുന്ന രംഗങ്ങൾ എവിടെയാണ്? കാലം ചെയ്തതായുള്ള ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി മാരാമണ്ണെ താമസിക്കുന്നതായുള്ള അവസരം, തിരുമേനിയെ കാണുന്നതിനായിട്ട് അന്ന് അവിടെ അസംബ്ലിയിലെ അംഗമായിരുന്ന വീണ ജോർജ് തിലകൻ, ഇന്ന് മന്ത്രിയാണ്, അന്ന് അവിടെ ആ പ്രദേശത്തെ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതേ ഉള്ളൂ. അവിടെ ചെന്നതായുള്ള അവസരത്തിൽ തിരുമേനി ചോദിച്ചു, നിങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ ഇന്ന് അത്താഴം കഴിക്കുവാൻ കഴിയാതെ കിടന്നുറങ്ങുന്നതായിട്ടുള്ള എത്ര പേരുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ആത്മാഭിമാനത്തോടെ മന്ത്രി പറഞ്ഞു, എൻ്റെ നിയോജക മണ്ഡലത്തിൽ ആരുമില്ല. എന്നാൽ ക്രിസോസ്റ്റം തിരുമേനിയാണ് ഇത് ചോദിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരവരുടെ മനസ്സിലത് കൊണ്ടു. അവരെ പോയി നിയോജക മണ്ഡലത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നത് തിരക്കുണ്ടായി. അവർ തിരക്കിയതായുള്ള അവസരത്തിൽ മനസ്സിലായി 7 കുടുംബങ്ങളുണ്ട്. ഇല്ല എന്ന് നാം പറയുന്നതായിട്ടുള്ള അവസരത്തിൽ ഉണ്ട് എന്നത് മനസ്സിലാക്കേണ്ടതാണ്. ദരിദ്രരായിട്ടുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടോ? ഉണ്ട്. ഇത് അതിദാരിദ്ര്യ ജനതയായിട്ട് ദാരിദ്ര്യ ജനതയൊക്കെ ദാരിദ്ര്യമെല്ലാം മാറ്റിയതായിട്ടൊരു സംസ്ഥാനമായിട്ടൊക്കെ അടുത്ത സമയത്ത് വിളംബരം ചെയ്തതാണ്. എവിടെയാണ് ദരിദ്രരില്ലാത്തത്? ഈ പൗലോസ് അപ്പോസ്തലൻ ബർന്നബാസിനോട് കൂടെ ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷമായി പോകുന്നതിനായിട്ട് ഒരുങ്ങിയപ്പോൾ യെരുശലേം സഭ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് കൂട്ടായ്മയുടെ വലം കൈ നൽകി. എന്നിട്ട് അവരോട് പറഞ്ഞു, ദരിദ്രരെ ഓർത്തുകൊള്ളണം. ഇല്ലാത്തതായിട്ടുള്ള ആളുകളെ ഓർക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇല്ലാത്തതായിട്ടുള്ള ആളുകളെ ഓർക്കുവാനായിട്ട് സാധിക്കുന്നു. നമ്മളുടെ പലപ്പോഴും ഉള്ളതായുള്ള ചിന്ത നമുക്കുള്ളതെല്ലാം നമ്മളുടേതാണ് എന്നുള്ള ചിന്തയാണ്. നമ്മളുടെ മുറ്റത്തുള്ളൊരു മാവിൽ മാങ്ങ കായ്ച്ചാൽ ഇന്ന് അവസാനത്തെ മാങ്ങ അവരെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടേ വിൽക്കുകയുള്ളൂ. എന്നാൽ പണ്ടങ്ങനെയല്ലായിരുന്നു. ഇതെല്ലാവർക്കും കൂടെ ഉള്ളത്, ചുറ്റുപാടുമുള്ളവർക്കെല്ലാം കൊടുത്തുവിടും. കൊട്ട കണക്കര കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് ഓരോ മാങ്ങായ്ക്കും വിലയിട്ട് വാങ്ങുന്നതായുള്ളൊരു രീതിയിലേക്ക് നമ്മൾ മാറിയതെൻ്റെ മറ്റുള്ളവരെക്കുറിച്ചുള്ള സ്നേഹവും കരുതലുമൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ്? ഞാൻ വളരെ തുറന്നു പറയട്ടെ, ഈ സമൂഹത്തിൽ, നമ്മുടെ വലിയ സമൂഹത്തിൽ ക്രൈസ്തവ സഭയ്ക്കുള്ളതായുള്ള സാക്ഷ്യം, ഈ സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി, അസുഖമുള്ള ആളുകൾക്ക് സൗഖ്യം നൽകുന്നതിനായി, പഠിക്കാൻ പാടില്ലാത്ത ആളുകൾക്ക് പഠിക്കുന്നതിനായി ഒക്കെ ഈ ക്രൈസ്തവ സഭയാണ് ഈ സമൂഹത്തിന് വേണ്ട എല്ലാ സംഭാവന നൽകിയിട്ടുള്ളത്. ആശുപത്രികൾ, പള്ളിക്കൂടങ്ങൾ, ഇതെല്ലാം സ്ഥാപിച്ചത്, പള്ളിയോട് ചേർന്നുള്ളതാണല്ലോ പള്ളിക്കൂടം എന്ന് പറയുന്നത്, ഇതെല്ലാം സ്ഥാപിച്ചത് അങ്ങനെയാണ്. അങ്ങനെയൊക്കെ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തന്ന പൂർവികരുടെ ഈ കാലഘട്ടത്തിലെ പിന്തുടർച്ചക്കാരാണ് നാം. നമ്മളുടെ തലമുറ, നമ്മളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന അവസരത്തിൽ അവരെന്തൊക്കെ ആയിത്തീരുമെന്ന് എനിക്കറിയാനായിട്ട് പാടില്ല. ഈ പൈതൽ എന്തായിത്തീരും ആർക്കറിയാം? ദൈവം വളരുമാറാക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഇവരെല്ലാം നാം ജീവിക്കുന്നതായുള്ള ഈ ഭൂമണ്ഡലത്തിൽ, ഗ്ലോബൽ വേൾഡിൽ വിവിധ സ്ഥലങ്ങളിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് സംശയമില്ല. നല്ല നിലയിലായിരിക്കും, നല്ല പഠിപ്പുള്ളവരായിരിക്കും, നല്ല പ്രഗത്ഭരുമായിരിക്കും. എനിക്കങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള മതിപ്പ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ അവർ തിരിഞ്ഞ് ചോദിക്കുവാനായിട്ടിടയാകരുത്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ചോദിക്കാനിടയാകരുത്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? നമുക്ക് 100 വർഷത്തെ ചരിത്രം പറയാനായിട്ട് സാധിക്കും. ഇനിയുള്ള 100 വർഷം നമ്മളുടെ ജീവിതത്തിലൂടെയല്ലേ ഉണ്ടാകാനായിട്ട് പോകുന്നത്. നാളെ മറ്റന്നാൾ തുടർന്നുള്ളതായിട്ട് ദിവസം നമ്മളുടെ ചുവടുവെപ്പുകൾ എങ്ങനെയുള്ളതായിരിക്കും? ഇവിടെയാണ് ദൈവം ആഗ്രഹിക്കുന്നതാളുടെ സമർപ്പണം ആവശ്യമായിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രൂപാന്തരം ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ നമ്മെ തന്നെ ജയകരങ്ങൾ സമർപ്പിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിനാൽ രൂപാന്തരപ്പെടുകയും ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തകരായിട്ട് ഈ ലോകത്തിലായിത്തീരുകയും ചെയ്യുക എന്നതാണ് ദൈവം നമ്മളിൽ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ 100 സംവത്സരങ്ങൾ ഈ ലോകത്തെ ജീവിക്കുന്നതിനായിട്ടും ആരാധിക്കുന്നതിനായിട്ടും ഇടയായി തീർന്നതായിട്ടുള്ള ഓൾ സെയിൻസ് മാർത്തമ്മ ഇടവകയെ
ഇടവാങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിളിക്കുന്നത് അവനോടുകൂടെ യാത്ര ചെയ്യുന്നതിനായിട്ടാണ്. മുമ്പോട്ട് പോകാനായിട്ടാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്, പുറകോട്ട് വരുവാനായിട്ടല്ല. ദൈവത്തോടൊന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ നാം കണ്ടിട്ടില്ലാത്തതും നാം കേട്ടിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതും നമ്മുടെ ഹൃദയത്തിൽ രൂപീകരിക്കാൻ പോലും സാധിക്കാത്തതല്ല അനേക കാര്യങ്ങൾ ദൈവം നമ്മളിലൂടെ നിർവഹിക്കുന്നത് കാണുന്നതിനായിട്ട് നമുക്കിടയായിട്ട് തീരും. ആ ഒരു ഭാസുര ഭാവി ഈ ഇടവയുടെ അനുഗ്രഹമായി തീരുവാൻ സർവശക്തനായുള്ള ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ.